ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് വീട്ടിൽ രാവിലെ സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്നത് ഇഡ്ഡലിയും അതുപോലെ ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയുടെ ഈ ചമ്മന്തിയുടെ റെസിപ്പി മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ പാത്രത്തേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. മക്കളവിടെ തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ, വിശക്കണമെന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രാവിലത്തെ കച്ചവടത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾ മദ്രസയൊക്കെ വിട്ട് വന്നപ്പോൾ തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്താ വേഗം അടിക്കലും തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോൾ ബീഫ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാനൊക്കെ വേഗം വേഗം സ്പീഡിലെല്ലാം കഴിച്ച് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക ബീഫ് കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ബീഫൊക്കെ കഴുകി വാരി പിന്നെ അതിക്ക് ഇതാ വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കുറച്ച് സബോളയും പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെന്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ വെന്ത് വന്നപ്പോൾ ഇതാ ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ അത് ബാക്കിയുള്ള മസാലകളൊക്കെ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിക്ക് 2 ചെറിയ സവോള ഇതാ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഞാനിത് നമ്മുടെ കോവയ്ക്ക ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് കടുക് പൊട്ടിക്കണം, ഉള്ളിയൊക്കെ കൊട്ടി വഴറ്റണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരടുപ്പത്ത് നമ്മുടെ ബീഫ് മസാലയും റെഡിയാക്കുന്നുണ്ട്. അതുപോലെ ഒരടുപ്പത്ത് നമ്മൾ കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നപ്പോൾ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിന്ന് കുറച്ച് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പേസ്റ്റും അതുപോലെ തക്കാളി അരിഞ്ഞതും ഒക്കെ ഇട്ട് വാട്ടിയതിന് ശേഷം ഞാൻ മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗരം മസാല കുരുമുളക് പൊടി ശകലം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കോവയ്ക്ക ഉപ്പേരി റെഡി ആവുന്നുണ്ട്, ഇപ്പുറത്ത് അപ്പോൾ ബീഫും റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ നമ്മുടെ ന്യൂ ഇയർ ആയിട്ടുള്ള സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇന്ന് ന്യൂ ഇയർ ആയിട്ടുള്ളത് ചോറും അതുപോലെ രസം നമ്മുടെ ബീഫ് വരട്ടിയതും കോവയ്ക്ക ഉപ്പേരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങളുടെ ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് കൂടി വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്